ഇന്ന് ശനിയാഴ്ച രാവിലെ 5 മണിയായിട്ടുള്ളൂ കേട്ടോ. 4:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ പറ്റിയെന്നറിയോ? ഇവൻ നമ്മളെ വിട്ട് ഓടിപ്പോയി ഇന്നലെ. വ്യാഴാഴ്ച രാത്രി 7:30 വരെ ഒന്നും കളിക്കൂല പുറത്ത്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ വിളിക്കുക. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂ കേട്ടോ. നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടാവില്ലേ. ആ സമയത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല. എന്തൊക്കെ ചെയ്തിട്ടും വിളിച്ചിട്ട് കരച്ചിൽ കേൾക്കുന്നുണ്ട്, ആളെ കാണില്ല. അവസാനം ഞാൻ ചെന്ന്, എന്നെ എല്ലാവരും വീട്ടിൽ ഇവിടെ ചീത്ത പറയട്ടെ. പ്രേംചേട്ടനും മോനും ചീത്ത പറഞ്ഞു. കാരണം എന്തിനാ വെറുതെ, കാടാണ്, പുഴയുടെ സൈഡിൽ കൂടെയൊക്കെ പോയി ഞാൻ ഒരു എമർജൻസി ലാമ്പും കൊണ്ട് ഇവനെ തപ്പി നടന്ന അവസാനം കരച്ചിൽ കൊണ്ട് പള്ളിയുടെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഗ്രില്ലിട്ടേക്ക് അറ്റം വരെ. ആ ഗേറ്റ് ഒരു രാത്രിയാകുമ്പോൾ പൂട്ടും. നമ്മുടെ സൈഡിലൊരു ഗേറ്റ് ഉണ്ട്, അത് പൂട്ടും. പകലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടെ അപ്പുറത്ത് അവർ മരപ്പണിക്കുള്ള മരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് കരയാണ്. എന്ത് ചെയ്താലും അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. എന്നെ വിരുന്ന് വന്നില്ല. ഇവരെ ചീത്ത പറഞ്ഞു, ഇങ്ങോട്ട് പോരെ, അവൻ വന്നോളും, വലിയ കുട്ടിയായില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ വന്നില്ല കേട്ടോ. ഉറങ്ങാതെ ഞാൻ കിടന്നു രാത്രി. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. 4 മണി കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റു. എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇവൻ എവിടെയായിരിക്കുന്നു. എന്നിട്ട് ഞാൻ ശരിക്കും അകത്ത വാതിൽ തുറന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി. അവൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ കുട്ടിയായി. അവൻ ആ ഗ്രില്ലൊക്കെ കടന്ന് ഇപ്പുറത്തേക്ക് പോന്നു. അതോ ഇനി ഇപ്പുറത്ത് കൂടെ വന്നാൽ മതിൽ ചാടി വരാൻ പറ്റും. അങ്ങനെ വന്നു. നമുക്കങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യാം. എന്നിട്ട് അവൻ വാതൊക്കെ വന്ന് നിൽക്കുമായിരുന്നു കരഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇപ്പോൾ രാത്രിയാന്ന് ഓർത്ത് ഉറങ്ങാൻ പോവാ. സങ്കടം പറഞ്ഞു കുറേ. ഞാനിങ്ങനെ ഒറ്റയ്ക്കായി പോയി അമ്മേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരില്ല, പോട്ടെ, ഇനി ഇങ്ങനെ പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കുക, പുറത്തേക്കൊന്നും പോകാണ്ട്. സങ്കടം വന്നിട്ട് രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നെ ഇവരെല്ലാവരും ചീത്ത പറയും. പിന്നെ ഒരു പൂച്ചയ്ക്ക് വേണ്ടിയല്ലേ കരയണത് എന്ന് പറയും.